ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താവിഷയം ഒരു ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഫാമിലി ഫ്ലോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു പോളിസിയാണ്. സാധാരണ രണ്ട് തരത്തിലാണ് പോളിസി വരുന്നത്. ഇൻഡിവിജ്വൽ പോളിസിയും ഫാമിലി ഫ്ലോട്ടറുമാണ് വരുന്നത്. അപ്പൊ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്ന അതിന് നമ്മൾ എത്ര സമ്മർഷേഡ് അല്ലെങ്കിൽ എത്ര പർച്ചേസ് പ്രൈസിലാണ് ആ ഇൻഷുറൻസ് കോൺട്രാക്ട് വയ്ക്കുന്നത്, അത് ആ ഫാമിലിയിലെ മൊത്തം ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇൻ കേസ് ഇപ്പോൾ ഒരാൾക്ക് തന്നെ ആ ഒരു വർഷത്തിൽ ഇപ്പൊ ഒരു 5 ലക്ഷത്തിന്റെ ആണ് പോളിസി എടുത്തിരിക്കുന്നത് എങ്കിൽ ഒരാൾക്ക് ആ വർഷത്തിൽ തന്നെ 5 ലക്ഷം ഒരുമിച്ച് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയിൽ വേണ്ടി വന്നാൽ, അപ്പോൾ പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ബാലൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ആ പോളിസി കവറേജ് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ മിക്ക പോളിസികളിലും അതിനെ റീചാർജ് എന്ന രീതിയിൽ നമ്മൾ അതിന് കൂടുതൽ സമ്മർഷേഡ് അനുവദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷത്തിന്റെ പോളിസിയിൽ ഒരു 3 ലക്ഷം അയാൾക്ക് വേണ്ടി വന്നു, ബാക്കി 2 ലക്ഷം ഉണ്ട്. ആ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിന് ആ വർഷം തന്നെ ഒരു ക്ലെയിം വന്നു, ഒരു 3 ലക്ഷത്തിന്റെ ക്ലെയിം വന്നു എന്ന് വയ്ക്കുക. അപ്പൊ ബാലൻസ് ആയിട്ട് അവിടെ 2 ലക്ഷമേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു റീചാർജ് എന്ന രീതിയിൽ അതിൽ അവരെടുത്തിരിക്കുന്ന പോളിസിയുടെ ബേസിലാട്ടോ ഞാൻ പറയുന്നത്, അവിടെ ഒരു റീചാർജ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അത് അനുവദിക്കുന്നതാണ്. അൺലിമിറ്റഡ് കവറേജ് എന്നൊക്കെ പറഞ്ഞ് പല പോളിസികളിലും ഇപ്പോൾ കൂടുതൽ സമ്മർഷേഡ് ആ വർഷം തന്നെ ആവശ്യമെങ്കിൽ കൊടുക്കുന്നുണ്ട്. കാരണം അതിന് എക്സ്ട്രാ പ്രീമിയം നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ ആ വർഷം വീണ്ടും ആർക്കെങ്കിലും വേണ്ടി വന്നാൽ അതിൽ അവർക്ക് അനുവദിക്കുകയും ചെയ്യും, അവർക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് സെയിം അസുഖത്തിന് തന്നെ വീണ്ടും ആവശ്യമായി വന്നാൽ ചില പോളിസികളിൽ അത് അങ്ങനെ അനുവദിക്കാറില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോളിസി എടുക്കുക. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എപ്പിസോഡുമായി വരും വരെ ടേക്ക് കെയർ. ബൈ ബൈ.